ആകാശവാണി. നമസ്കാരം. 2027 സെൻസസിനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തെ പൗരന്മാരുടെ ജനസംഖ്യ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക വിവരങ്ങൾ സമാഹരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമുള്ള സമഗ്രമായ പ്രക്രിയയാണ് സെൻസസ്. നയരൂപീകരണക്കാർ, ഭരണാധികാരികൾ, ഗവേഷകർ എന്നിവർക്ക് രാഷ്ട്രവികസനവും നയങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ സഹായിക്കുന്നത് ഈ കണക്കുകളാണ്. അതുകൊണ്ടുതന്നെ ജനസംഖ്യാ കണക്കെടുപ്പ് ഭരണ സംവിധാനത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നു. പുരാതന കാലം മുതൽക്ക് തന്നെ ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിച്ചതായി ചരിത്ര രേഖകളിൽ നിന്ന് വ്യക്തമാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലും പിന്നീട് അക്ബറിന്റെ ഭരണകാലത്ത് അബുൽ ഫസലിന്റെ ഐനി അക്ബരിയിലും ജനസംഖ്യാ കണക്കെടുപ്പിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക സെൻസസ് 1865 1872 ഇടയിലാണ് നടത്തിയത്. എന്നാൽ ഒരേ സമയം എല്ലാ പ്രദേശങ്ങളിലും ഒന്നിച്ചായിരുന്നില്ല സെൻസസ് നടപ്പാക്കിയത്. രാജ്യവ്യാപകമായി ആദ്യത്തെ സമന്വയിപ്പിച്ച സെൻസസ് 1881 നടന്നു. അതിനുശേഷം ഇന്ത്യ ഓരോ 10 വർഷത്തിലും സെൻസസ് നടത്തി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലുതും വിശ്വസനീയവുമായ സ്ഥിതിവിവരക്കണക്ക് പ്രവർത്തനങ്ങളിലൊന്നായി നമ്മുടെ സെൻസസ് മാറി. 2021 COVID-19 മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സെൻസസ് മാറ്റിവെച്ചു. അതുകൊണ്ടുതന്നെ ഇപ്പോൾ നടക്കുന്ന സെൻസസിന് പ്രാധാന്യമേറെയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 7ാം ഷെഡ്യൂളിലെ 69ാം നമ്പറിൽ യൂണിയൻ ലിസ്റ്റിൽ അനുച്ഛേദം 246 സെൻസസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യത്തെ 16ാമത്തേതും സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള 8ാമത്തെയും സെൻസസാണ് നടക്കുന്നത്. വില്ലേജ്, പട്ടണം, വാർഡ് എന്നീ തലങ്ങളിലുള്ള പ്രാഥമിക വിവരത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ്സാണ് സെൻസസ്. വീടുകളുടെ അവസ്ഥ, സൗകര്യങ്ങൾ, ആസ്തികൾ, ജനസംഖ്യാ വിവരങ്ങൾ, മതം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ഭാഷ, സാക്ഷരത, വിദ്യാഭ്യാസം, സാമ്പത്തിക പ്രവർത്തനങ്ങൾ, കുടിയേറ്റം, സന്താനോൽപാദനം തുടങ്ങി വിവിധ ഘടകങ്ങളിന്മേൽ സൂക്ഷ്മമായ വിവരങ്ങൾ ലഭ്യമാക്കുന്ന സെൻസസ് രാജ്യത്തിന്റെ ആസൂത്രണത്തിനും വികസനത്തിനും അടിത്തറപാകുന്ന സുപ്രധാന വിവരമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായി ക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് അടിസ്ഥാനപരമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നത് സെൻസസിനെ അടിസ്ഥാനമാക്കിയാണ്. ഇങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റ്, അസംബ്ലി, പഞ്ചായത്ത് പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലെ അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത്. നൂതന ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പിന്തുണയോടെ ഉയർന്ന നിലവാരമുള്ള ഡേറ്റാ സുരക്ഷയും പൊതുജന പങ്കാളിത്തവും ഉറപ്പാക്കിക്കൊണ്ട് വേഗതയേറിയതും കൂടുതൽ കൃത്യവും സൂക്ഷ്മവുമായ വിവരങ്ങൾ നൽകാനാണ് സെൻസസ് പ്രക്രിയയിലൂടെ ലക്ഷ്യമിടുന്നത്. ദുരന്ത നിവാരണത്തിലും പൊതുജനാരോഗ്യ ആവശ്യങ്ങൾക്കും ദുർബലരായ ജനങ്ങളെ തിരിച്ചറിയുന്നതിനും അടിയന്തര സാഹചര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും വാക്സിനേഷൻ ഡ്രൈവുകളും ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനും സെൻസസ് ഉപയോഗിക്കുന്നു. വികസിത ഭാരതം എന്ന ദേശീയ ലക്ഷ്യത്തിലേക്കുള്ള സർക്കാർ പദ്ധതികൾ ഉദ്ദേശിച്ച പുരോഗതി കൈവരിക്കുന്നുണ്ടോ എന്ന് സമഗ്രമായി വിലയിരുത്താനും നിരീക്ഷിക്കാനുമുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളിലൊന്നാണ് സെൻസസ്. റിട്ടയർഡ് പ്രൊഫസറും കേരള സർവകലാശാലയിലെ ഡെമോഗ്രഫി വകുപ്പ് മുൻ മേധാവിയുമായിരുന്ന ഡോക്ടർ PS നായർ ആകാശവാണിയോട്. ഒരു രാജ്യത്തെ എല്ലാ പൗരന്മാരെയും എല്ലാ പാർപ്പിടങ്ങളെയും ഉൾക്കൊണ്ടുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് സെൻസസ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ഇത് വളരെ ഭാരിച്ച ചെലവും സമയവും വേണ്ട ഒരു പ്രക്രിയയാണ്. അതിനാലാണ് 10 വർഷത്തിലൊരിക്കലായി ഇതിൻ്റെ സമയം നിർണ്ണയിച്ചിരിക്കുന്നത്. 1871 തുടങ്ങിയ സെൻസസ് 2011 വരെ അനുസ്യൂതം തുടർന്നിരുന്നു, ഓരോ 10 വർഷവും. 2021 ഇതിനൊരു തടസ്സം വന്നത്. കാരണം 2019-21 കോവിഡ് മൂലം. ഏതായാലും അടുത്ത സെൻസസ് ഇപ്പോൾ 27 നടത്താൻ പ്ലാനിട്ടിരിക്കുന്നത്. ഈ വർഷം തന്നെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. മറ്റ് സെൻസസിനെ അപേക്ഷിച്ച് നമ്മുടെ ഈ സെൻസസിൻ്റെ ഒരു പ്രത്യേകത 1931 ശേഷം ആദ്യമായി ജാതി വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതൊരു പ്രത്യേകത, ഈ സെൻസസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസേഷനാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഡേറ്റ കളക്ഷനും അതുപോലെ തന്നെ ഡേറ്റ അനാലിസിസും അതിൻ്റെ വിശകലനവും മറ്റ് കാൽക്കുലേഷൻസും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കൊണ്ടുവരാനും കഴിയും. ഇത് നമ്മുടെ പദ്ധതി ആസൂത്രണങ്ങൾക്കും അതുപോലെ തന്നെ സാമൂഹ്യ, സാമ്പത്തിക, ആരോഗ്യ എല്ലാ പദ്ധതികൾക്കും നടത്തിപ്പിനുമൊക്കെ വളരെ സഹായകരമാകും. ആ ഒരു പ്രത്യേകതയും ഇതിനുണ്ട്.
ബൃഹത്തായ ഈ പ്രവർത്തനത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലാണ് നടക്കുക. രണ്ടാം ഘട്ടത്തിൽ വ്യക്തികളെ അടിസ്ഥാനമാക്കിയുള്ള ജനസംഖ്യാ കണക്കെടുപ്പും നടക്കും. ജനവാസ കേന്ദ്രങ്ങളിലെ സ്ഥിതി, പാർപ്പിട ദൗർലഭ്യം, വീടുകളുടെ ആവശ്യകത എന്നിവ സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനാൽ ഒന്നാം ഘട്ടം, അതായത് വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും വീടുകളെ സംബന്ധിച്ച് നയങ്ങൾ ആവിഷ്കരിക്കുന്നതിന് വളരെയേറെ ഉപയോഗപ്രദമാണ്. രണ്ടാം ഘട്ടമായി നടപ്പാക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്തെ ഓരോ വ്യക്തിയെയും കുറിച്ചുള്ള നിർദ്ദിഷ്ട സമയത്തെ വിവരങ്ങൾ നൽകുന്നു. രാജ്യത്തിന്റെയും ജനങ്ങളുടെയും പുരോഗതിക്കാവശ്യമായ നയങ്ങളും പരിപാടികളും വികസിപ്പിച്ചെടുക്കുന്നതിനും കാര്യക്ഷമവും ഫലപ്രദവുമായ ഒരു പൊതുഭരണ സമ്പ്രദായത്തിനും സെൻസസ് വിവരങ്ങൾ ആവശ്യമാണ്. ഓരോ വ്യക്തിയെയും കണക്കിൽ ഉൾപ്പെടുത്തുകയും ആ വ്യക്തിയുടെ വ്യക്തിഗത വിവരങ്ങൾ സൂചിത തീയതിയും സമയവും എന്നും വിളിക്കപ്പെടുന്ന നിശ്ചിത സമയത്ത് ശേഖരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ജനസംഖ്യാ കണക്കെടുപ്പിന്റെ പ്രധാന സവിശേഷത. 2 ഘട്ടങ്ങളായി നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിൽ 2026 ഏപ്രിലിനും സെപ്റ്റംബറിനും ഇടയ്ക്ക് ഒരു നിശ്ചിത സമയത്തിൽ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ ഭരണകൂടങ്ങൾ പ്രാദേശിക സാഹചര്യമനുസരിച്ച് സംസ്ഥാന ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച സമയക്രമത്തിൽ കെട്ടിടങ്ങളും വീടുകളും കുടുംബങ്ങളും ക്രമാനുസൃതമായി പട്ടികപ്പെടുത്തുന്നു. ഇതിനു പുറമെ ജനവാസ കേന്ദ്രങ്ങളുടെ അവസ്ഥ, പാർപ്പിട ദൗർലഭ്യം മുതലായവ വിലയിരുത്തുന്നതിനായി കുടുംബത്തിന് കൈവശമുള്ള ആസ്തികളെയും ലഭ്യമായ സൗകര്യങ്ങളെയും കുറിച്ചുള്ള ഉപയോഗപ്രദമായ വിവരങ്ങളും ശേഖരിക്കുന്നു. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഫീൽഡ് വർക്ക് രാജ്യത്തുടനീളം 2027 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടത്തപ്പെടും. ഈ ഘട്ടത്തിൽ ഓരോ വ്യക്തിയെയും എണ്ണുകയും അവരുടെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ ഈ പ്രവർത്തനം 2026 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടക്കും. സെൻസസിന്റെ ആദ്യഘട്ടത്തിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി സെൻസസ് ഡാറ്റ ശേഖരിക്കും. സെൻസസ് ആവശ്യത്തിനായി തയ്യാറാക്കിയ HLO മൊബൈൽ ആപ്പ് എല്ലാ എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കും പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ ലളിതവും സൗകര്യപ്രദവും ഉപയോക്തൃ സൗഹൃദവുമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്തിയ സെൻസസ് വീടിന്റെ റെക്കോർഡുകൾ ലഭ്യമാക്കുന്നതിനും ആവശ്യാനുസരണം അവ എഡിറ്റ് ചെയ്യുന്നതിനും മൊബൈൽ ആപ്ലിക്കേഷനിൽ സൗകര്യമുണ്ട്. കേരള സർവകലാശാലയിലെ ഡെമോഗ്രഫി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അനിൽ ചന്ദ്രൻ ആകാശവാണിയോട് 2027 സെൻസസ് മുൻകാലങ്ങളിലെ സെൻസസുകളിൽ നിന്ന് പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളുണ്ട്. രാജ്യത്താദ്യമായി നടക്കുന്ന ഡിജിറ്റൽ സെൻസസ് ആണ് ഇത് എന്നതാണ് ആദ്യത്തെ പ്രത്യേകത. അതായത് വിവരശേഖരണം നടത്തുന്നത് എന്യൂമറേറ്ററുടെ മൊബൈൽ ഫോണിലോ ടാബ്ലറ്റിലോ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന ഒരു ആപ്പിൻ്റെ സഹായത്തോടെയാണ്. പിഴവില്ലാത്ത വിവരശേഖരണം നടത്തുന്നതിനും വളരെ വേഗം ഡേറ്റ ഉപയോക്താക്കൾക്ക് എത്തിക്കാനും ഇതുമൂലം കഴിയും. അതുപോലെ പൗരന്മാർക്ക് അവരുടെ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സിസ്റ്റം ഓൺലൈനിൽ ലഭ്യമാണ്. 2027 സെൻസസ് 2011 സെൻസസിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ നൽകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കുടിയേറ്റം, നഗരവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ സെൻസസിൽ നിന്ന് ലഭ്യമാകും. ഇന്ത്യയുടെ നഗരവൽക്കരണത്തിൻ്റെ പ്രവണതകളെയും മാറ്റങ്ങളെയും അനൗപചാരിക തൊഴിൽ മേഖലകളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ഈ സെൻസസിലൂടെ ലഭ്യമാകും. അതുപോലെ വിവിധ ജാതി വിഭാഗങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നതിലൂടെ സമൂഹത്തിലെ അസമത്വങ്ങളും വിഭവ വിതരണത്തിലെ ഏറ്റക്കുറച്ചിലുകളും കൂടുതൽ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ സർക്കാരിനും സമൂഹത്തിനും കഴിയുന്നതാണ്. ഇന്ത്യയുടെ ജനസംഖ്യാ പരിണാമത്തിൻ്റെ നിർണായകമായ ഒരു കാലഘട്ടത്തിലാണ് ഈ സെൻസസ് നടക്കുന്നത് എന്നത് പ്രധാനമാണ്. രാജ്യത്തിൻ്റെ നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും നിർണായകമാണ് ഈ സെൻസസും അതിലൂടെ ലഭിക്കുന്ന വിവരങ്ങളും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തവണ സ്വന്തമായി നമ്മുടെ കുടുംബത്തിന്റെ വിവരങ്ങൾ se.census.gov.in എന്ന പോർട്ടലിൽ സെൽഫ് എന്യൂമറേഷൻ വഴി സമർപ്പിക്കാം എന്നതാണ് 2027 സെൻസസിന്റെ സവിശേഷത. വ്യക്തികൾക്ക് വെബ് പോർട്ടൽ വഴി സ്വന്തം വിവരങ്ങൾ സുരക്ഷിതമായി സമർപ്പിക്കാൻ ഇതിലൂടെ അവസരമൊരുക്കുന്നു. ജോലി, ബിസിനസ് അല്ലെങ്കിൽ മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ദിവസം മുഴുവൻ വീടുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഇത് കൂടുതൽ സഹായകമാകുന്നു. എന്യൂമറേറ്റർ സെൽഫ് എന്യൂമറേഷൻ നടത്തിയ ഡാറ്റ സമർപ്പിക്കുന്നതിന് മുമ്പ് കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. 2027 സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് 1 സ്വയം വിവരശേഖരണം പൂർത്തിയാക്കി.
ആദ്യമായാണ് സെൻസസ് വിവരശേഖരണം ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ നിർവഹിക്കുന്നതെന്നും ഓരോ ഇന്ത്യക്കാരനും തങ്ങളുടെ വീട്ടിലെ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ സെൻസസ് സർക്കാർ നടപടി എന്നതിലുപരി എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും സെൻസസ് പ്രക്രിയയിൽ പങ്കുചേരാൻ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ജനങ്ങളുടെ പങ്കാളിത്തം അതിൽ നിർണായകമാണെന്നും നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. जनगणना 2027 को डिजिटल बनाया गया है. सारी जानकारी सीधे डिजिटल माध्यम में दर्ज हो रही है. घर घर जाने वाले कर्मचारियों के पास मोबाइल ऐप है. वे आपसे बात करके उसी में जानकारी दर्ज करेंगे. साथियों, इस बार जनगणना में आपकी भागीदारी भी आसान बनाई गई है. आप खुद भी अपनी जानकारी दर्ज कर सकते हैं. कर्मचारी के आने से 15 दिन पहले आपके लिए सुविधा शुरू होगी. आप अपने समय के अनुसार जानकारी भर सकते हैं. जब आप प्रक्रिया पूरी करते हैं तो आपको एक विशेष आईडी मिलती है. ये आईडी आपके मोबाइल या ईमेल पर आती है. बाद में जब कर्मचारी आपके घर आता है तो आप यही आईडी दिखाकर जानकारी की पुष्टि कर सकते हैं. इसे दोबारा जानकारी देने की जरूरत नहीं पड़ती. समय भी बचता है और प्रक्रिया आसान हो जाती है. साथियों, जिन राज्यों में स्वगणना का काम पूरा हो गया है वहां गणना कर्मचारी द्वारा घरों के सूचीकरण का कार्य भी शुरू कर दिया गया है. अब तक लगभग 1,20,00,000 परिवारों का मकान सूचीकरण का कार्य पूरा भी हो चुका है. साथियों, देश की जनगणना सिर्फ सरकारी काम नहीं है, यह हम सबकी जिम्मेदारी है. आपकी भागीदारी बहुत जरूरी है. आपकी दी गई जानकारी पूरी तरह सुरक्षित रहती है, यह गोपनीय रखी जाती है. डिजिटल सुरक्षा के साथ इसे सुरक्षित किया जाता है. आइए हम सब मिलकर इस प्रक्रिया में भाग लें. जनगणना 2027 को सफल बनाएं. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ലക്ഷദ്വീപ് തുടങ്ങിയ ഇടങ്ങളിൽ സെൻസസിന്റെ പ്രവർത്തനങ്ങൾ മെയ് 1 ആരംഭിച്ചു. ഈ മാസം 30 വരെ പ്രക്രിയ തുടരുമെന്നും പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥർ ഡേറ്റാ ശേഖരണത്തിനായി ഗൃഹസന്ദർശനം നടത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ സെൽഫ് എന്യൂമറേഷൻ കാലാവധി ജൂൺ 16 മുതൽ 30 വരെയാണ്. വിവരശേഖരണത്തിനായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ജൂലൈ 1 മുതൽ 30 വരെ വീടുകൾ സന്ദർശിക്കും. സെൻസസ് 2027 ഹൌസ് ലിസ്റ്റിംഗ് ദൌത്യവുമായി ബന്ധപ്പെട്ട് 24 മാസ്റ്റർ ട്രെയിനർമാരുടെ ആദ്യ ബാച്ചിന്റെ 4 ദിവസത്തെ പരിശീലനം തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിൽ നടന്നു. സെൻസസ് പ്രവർത്തനങ്ങളുടെ വിജയം ഉറപ്പാക്കുന്നതിൽ മികച്ച പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുടെ പങ്ക് നിർണായകമാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് ഡയറക്ടർ ജനറൽ ടിങ്കു ബിസ്വാൾ പറഞ്ഞു. 22 മാസ്റ്റർ ട്രെയിനർമാരുടെ രണ്ടാമത്തെ ബാച്ചിന്റെ പരിശീലനം മെയ് 6 മുതൽ 9 വരെയാണ് നടക്കുക. നിരവധി വിപ്ലവകരമായ മാറ്റങ്ങളോടെയാണ് 2027 സെൻസസ് നടപടി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ സ്ഥിതിവിവര കണക്കുകളുടെയും ഭരണപരമായ നയങ്ങളുടെയും ഒരു പരിവർത്തന ഘട്ടമാണ് 2027 സെൻസസ്. ഡിജിറ്റൽ സാങ്കേതികവിദ്യ സംയോജിപ്പിക്കുന്നതിലൂടെയും ഡാറ്റ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിലൂടെയും വിവരശേഖരണത്തിന്റെ വ്യാപ്തി വികസിപ്പിക്കുന്നതിലൂടെയും രാജ്യത്തെ ജനസംഖ്യയെക്കുറിച്ച് കൃത്യവും സമയബന്ധിതവുമായ ഉൾക്കാഴ്ചകൾ നൽകാനാണ് സെൻസസ് ലക്ഷ്യമിടുന്നത്. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തുന്ന അവസരത്തിൽ കൃത്യവും സത്യസന്ധവുമായ വിവരങ്ങൾ നൽകുക എന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി ശരിയായ വിവരങ്ങൾ നൽകേണ്ടതാണ്. രാഷ്ട്രം വളരുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ തുല്യമായ വികസനവും കൃത്യവും സുതാര്യവുമായ നയരൂപീകരണവും ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന ഉപകരണമായി സെൻസസ് 2027 മാറുമെന്ന് പ്രതീക്ഷിക്കാം. 2027 സെൻസസിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ. അവതരണം ഹരിഷ്ണ.